ഹായ് പ്രിയമുള്ളവരെ, നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 2 വീഡിയോകളിലായിട്ട് മേറ്റുമാരുടെ പുതിയ ട്രെയിനിങ്ങിന് വേണ്ടി മേറ്റുമാരെ അപേക്ഷ വിളിച്ചതും പിന്നെ മേറ്റുമാരുടെ പരിശീലന വിഷയങ്ങളെക്കുറിച്ചുമാണ് കഴിഞ്ഞ 2 വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് മേറ്റുമാരുടെ ചുമതലകൾ എന്തൊക്കെയാണെന്നാണ്. അപ്പോൾ അത് ഞാൻ നിങ്ങളിങ്ങനെ വലിയ വീഡിയോ ആയിട്ട് എല്ലാവരും എന്ത് ചെയ്യുന്നതിന് പല കമൻറ്റും പറയുന്നുണ്ട്, വലിയ വീഡിയോ നീളം കൂടിപ്പോയി കേൾക്കാൻ സമയമില്ല എന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് ചെറിയ ചെറിയ വീഡിയോ ആയിട്ടാണ് ഞാനിനി ചെയ്യാൻ പോകുന്നത്. അതായത് ഇതിൽ 31 ഇതിലുള്ളത്. അപ്പോൾ ഇതിൽ 10 ഞാനിപ്പോൾ പറയുന്നുണ്ട്, ബാക്കി തുടരെയായിട്ട് പറഞ്ഞു തരാം. പിന്നെ മേറ്റുമാരുടെ ചുമതലകൾ എന്ന് പറയുമ്പോൾ ഇത് മേറ്റുമാർ മാത്രം കേൾക്കേണ്ടതല്ല, മുഴുവൻ തൊഴിലാളികളും കേൾക്കേണ്ടതാണ്. കാരണം ഈ ചുമതലകളൊക്കെ മേറ്റുമാർ നിർവഹിക്കുന്നുണ്ടോ എന്ന് നമ്മുടെ തൊഴിലാളികളും കൂടെ അറിഞ്ഞിരിക്കേണ്ട കാര്യമല്ലേ. അത് മാത്രമല്ല, ഇതിലേതെങ്കിലും വീഴ്ച വരുത്തുന്നുണ്ടെങ്കിൽ നമുക്ക് ചോദ്യം ചെയ്യാനുള്ള അവകാശമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, എല്ലാവരും ഇത് മേറ്റുമാരെന്തൊക്കെയാണ് സൈറ്റിൽ നിന്ന് ചെയ്യേണ്ടത്, മറ്റുള്ള മേറ്റുമാരുടെ ചുമതലകൾ എന്തൊക്കെയാണ് എന്നൊക്കെ വളരെ ശ്രദ്ധാപൂർവം മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ്. എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമത്തതായിട്ട് പറയുന്നത്, മേറ്റിൻ്റെ ചുമതലകളിൽ ആദ്യത്തായിട്ട് പറയുന്നത് തൊഴിലുറപ്പ് പ്രവൃത്തിയുടെ മേൽനോട്ടം. ശരിയാണല്ലോ, നമുക്ക് മൊത്തത്തിൽ തൊഴിലുറപ്പിൻ്റെ മേൽനോട്ടം വഹിക്കുന്നത് മേറ്റാണ് അല്ലേ. എവിടെ ചെയ്യണം, എന്തൊക്കെ വർക്കുകളാണ് ചെയ്യേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, എത്ര പേരാണ് അവിടെയുള്ള എല്ലാ കാര്യങ്ങളിലും ഒരു മേൽനോട്ടം നിർവഹിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ചുമതലയായിട്ട് പറയുന്നത്. രണ്ടാമത്തത് തൊഴിലാളികളുടെ ഹാജർ ഉറപ്പുവരുത്തലും മസ്ട്രോളിൻ്റെ സൂക്ഷിപ്പും. മസ്ട്രോൾ സൂക്ഷിക്കേണ്ടത് മേറ്റിൻ്റെ ചുമതലയാണ്, ഉത്തരവാദിത്വമാണ്. അതേപോലെ തന്നെ തൊഴിലാളികളുടെ ഹാജർ ഉറപ്പ് വരുത്തുക. അപ്പോൾ ആരെങ്കിലും ഹാജർ ഇടാൻ വിട്ടുപോയിട്ടുണ്ടോ, അല്ലെങ്കിൽ വരാത്ത ദിവസങ്ങളിൽ ഇട്ട് പോകുന്നുണ്ടോ, വേറെ ആരെങ്കിലും ആ പേജിൽ ഇട്ട് പോകുന്നുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത് മേറ്റാണ്. പക്ഷേ ഇതിൽ കുറച്ചുകൂടെ എന്ത് ഉണ്ടാവും, ഇപ്പോൾ ഓൺലൈനിലും കൂടി ചെയ്യേണ്ടത് കൊണ്ട് അത് സെയിം ആയിരിക്കുമെന്ന് നമുക്ക് ഓർപ്പിക്കാം. രണ്ടിടത്തിലും വരണമല്ലോ, ഫോട്ടോയിലും ടിക്ക് ചെയ്യുന്നുണ്ട്, ഇപ്പുറത്തും ടിക്ക് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അടുത്തത് മൂന്നാമത്തത് തൊഴിൽ സമയം രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 വരെ എന്നതിൽ കൃത്യത പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഇത് ഗവൺമെൻറ്റിൻ്റെ ഓർഡർ പ്രകാരമുള്ള കാര്യമാണ് ഞാനിപ്പോൾ വായിച്ചു പോകുന്നത്. അപ്പോൾ തൊഴിൽ സമയം 9 മണി മുതൽ 5 മണി വരെയാണ് ഇതിൽ. അപ്പോൾ ആ സമയത്തിൽ എല്ലാവരും സ്ഥലത്ത് തന്നെ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തേണ്ടത് മേറ്റിൻ്റെ ചുമതലയാണ്. നാലാമത്തതാണ് ഹാജരാകാത്ത തൊഴിലാളികളുടെ ആബ്സെൻറ്റ് യഥാസമയം മസ്ട്രോളിൽ ചുവന്ന മഷിയിൽ ക്യാപിറ്റൽ ലെറ്റർ ഇംഗ്ലീഷ് അക്ഷരം A അടയാളം രേഖപ്പെടുത്തൽ. അതാണ് വേണ്ടത്. ഇപ്പോൾ നമ്മൾ ഒരു ദിവസം ഹാജരായിട്ടില്ലെങ്കിൽ അന്ന് തന്നെ എന്ത് ചെയ്യണോ, A എന്ന് ഇംഗ്ലീഷിൽ വലിയ അക്ഷരത്തിൽ ചുവപ്പ് മഷിയിൽ ആ കോളത്തിൽ രേഖപ്പെടുത്തേണ്ടതാണ്. അഞ്ചാമത്തത് തൊഴിൽ സ്ഥലത്ത് ആവശ്യമായ സൗകര്യങ്ങൾ. അപ്പോൾ അതിൽ പറയുന്നത് കുടിവെള്ളം, പ്രാഥമിക ശുശ്രൂഷ, തണൽ, ഇവയൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം വരും. അപ്പോൾ അതായത് ചിലപ്പോൾ കുടിവെള്ളമൊക്കെ കിട്ടാത്ത സ്ഥലങ്ങളിലായിരിക്കും. അപ്പോൾ വെള്ളമൊക്കെ താഴെ ഒരുപാട് ദൂരോട്ടൊക്കെ കിണറൊക്കെ ഉള്ള സ്ഥലത്തായിരിക്കും പൈപ്പ് വെള്ളമായാലും. അപ്പോൾ അവിടെയൊക്കെ വെള്ളം കൊണ്ടുപോയി എത്തിക്കുക, അവിടെ കുടിവെള്ളം ഉറപ്പ് വരുത്തുക. പിന്നെ പ്രാഥമിക ശുശ്രൂഷ, അത് ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉണ്ടാവുക. പിന്നെ എന്ത് ചെയ്യുക, നമ്മുടെ പെട്ടെന്ന് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്കുള്ള ശുശ്രൂഷ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഒരുക്കുക. പിന്നെ തണലെന്ന് വെച്ചാൽ ഭയങ്കര വെയിലുള്ള സമയത്താണെങ്കിലും ആ സമയത്തൊക്കെ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ നമുക്ക് ഭക്ഷണം കഴിക്കേണ്ട സമയത്തും ഇതൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു തണൽ ഉറപ്പ് വരുത്തുക എന്നതാണ്. അപ്പോൾ ഒരു ടാർപ്പായോ അല്ല എന്തെങ്കിലും ഷീറ്റോ എന്തെങ്കിലും ഇട്ടുകൊണ്ട് തണൽ ഉറപ്പ് വരുത്തുക. പിന്നെ 5 വയസ്സിൽ താഴെയുള്ള 5 അതിൽ കൂടുതലോ കുട്ടികളുണ്ടെങ്കിൽ
അവരുടെ പരിപാലനത്തിന് ആയയെ നിയോഗിക്കൽ. അപ്പോൾ 5 വയസ്സിൽ താഴെയുള്ള 5 കുട്ടികൾ, നമ്മൾ തൊഴിൽ ചെയ്യാൻ വരുന്ന ആളുകളുടെ മക്കൾ 5 വയസ്സിൽ താഴെയുള്ള 5 അതിൽ കൂടുതലോ കുട്ടികളുണ്ടെങ്കിൽ ഒരാളെ ആയയായിട്ട് നിയമിക്കാനുള്ള അവകാശം ഇവർക്കുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ 5-മത്തത് അതാണ്. 6-മത്തത് മസ്ട്രോളിൽ ഉൾപ്പെട്ട തൊഴിലാളികൾ തന്നെയാണ് ജോലി ചെയ്യുന്നത് എന്ന് ഉറപ്പുവരുത്തുക. മസ്ട്രോളിൽ ഉൾപ്പെട്ട, അതായത് നമുക്ക് പണ്ടൊക്കെ ആരെങ്കിലും ഒപ്പിട്ട് കഴിഞ്ഞാൽ ഒരു കണ്ടുപിടിക്കാനുള്ള വഴിയൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ പക്ഷേ എന്തായാലും ഫോട്ടോ എടുക്കുന്നുണ്ട്. ഫോട്ടോ എടുത്ത കാര്യം നമുക്ക് ഓൺലൈനിൽ ചെക്ക് ചെയ്യാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ അതിലൊരു മാറ്റം വരില്ല. മസ്ട്രോളിൽ ഉൾപ്പെട്ട ആൾക്കാർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, ഒപ്പിട്ട ആൾക്കാർക്ക് മാത്രമേ ജോലി ചെയ്യാൻ പറ്റൂ. എന്തായാലും അത് ഒന്ന് ഉറപ്പ് വരുത്തുക എന്നതാണ് 6-മത്തതായിട്ട് പറയുന്നത്. പിന്നെ ഉള്ളത് തൊഴിൽ സ്ഥലങ്ങളിൽ ആവശ്യമായ ഉപകരണങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്തൽ. തൊഴിൽ സ്ഥലത്ത് ആവശ്യമായിട്ടുള്ള ചിലപ്പോൾ കൈക്കോട്ട്, പിന്നെ നിങ്ങളുടെ നാട്ടിൽ ഓരോ സ്ഥലത്ത് ഓരോ ഭാഷയായിരിക്കും പറയുക, ഞാൻ പറയുന്നതായിരിക്കണമെന്നില്ല. പടന്ന, കൈക്കോട്ട്, കൊടുവാൾ എന്നൊക്കെയാണ് ഞങ്ങൾ പറയുക. ഓരോ പ്രദേശത്ത് ഓരോ ഭാഷയായിരിക്കും അല്ലേ. വാക്കത്തി, പിന്നെന്താ മൺകോരിയ, എന്തൊക്കെയോ പറയുക. അങ്ങനെ ഓരോ പ്രദേശത്ത് ഓരോ ഭാഷയായിരിക്കും ഉപയോഗിക്കുക. എന്തായാലും പിന്നെ പിക്കാസ്, അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. ആവശ്യമായ തൊഴിൽ എന്തൊക്കെയാണോ, അപ്പോൾ പിന്നെ കൊട്ട, കൂട്ട എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ മണ്ണ് കൊണ്ടുവിടാനോ, പിന്നെ അല്ലേ മണ്ണ് എടുക്കാനും കല്ലൊക്കെ ചെറിയ ചെറിയ കല്ലൊക്കെ എടുക്കാനൊക്കെ വരും. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ തൊഴിൽ സ്ഥലങ്ങളിൽ ആവശ്യമായ ഉപകരണങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അപ്പോൾ അത് തൊഴിലാളികളോട് തന്നെ എടുക്കാൻ വേണ്ടി പറഞ്ഞാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. ഉറപ്പ് വരുത്തണം. അത് സാധനങ്ങളൊക്കെ ഉണ്ട്, എല്ലാവരും ഇങ്ങനെ വന്നിട്ട് വെറുതെ സാധനം ഇല്ലാഞ്ഞിട്ട് മെനക്കെട്ട് പോകരുത് എന്നുള്ളതുണ്ടാകും. അപ്പോൾ ഇതൊക്കെ ഇനി റെഡി ആയിക്കോളും. കാരണം ഇപ്പോൾ മീറ്ററിൻ്റെ കൃത്യമായിട്ട് അളവെടുത്താലല്ലേ കൂലി കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഇനി അതൊക്കെ ശരിയായിക്കോളും. ഓക്കെ. അപ്പോൾ അടുത്തത് 8-മത്തതായിട്ട് പറയുന്നത് തൊഴിൽ കാർഡ് ലഭിക്കുന്നതിനും പരമാവധി കുടുംബങ്ങളെ പദ്ധതിയിൽ ആക്കുന്നതിനും ഉള്ള ഇടപെടൽ. അതിനി മേറ്റുമാർ നന്നായിട്ട് നടക്കും. കാരണം 40 തൊഴിലാളികൾ കുറവാകുമ്പോൾ 700 രൂപ കിട്ടാത്ത സ്ഥിതി വരുമ്പോൾ നമുക്ക് പരമാവധി തൊഴിലാളികളെ ഉൾപ്പെടുത്തുകയാണ്. അപ്പോൾ അതിൽ തൊഴിൽ കാർഡ് ലഭിക്കുന്നതിനും പരമാവധി കുടുംബങ്ങളെ പദ്ധതിയിൽ അംഗം ആക്കുന്നതിനുമുള്ള ഇടപെടൽ നടത്തുക. തൊഴിൽ ലഭ്യമാക്കുന്നതിനായി തൊഴിലാളികളുടെ അപേക്ഷ സ്വീകരിക്കുകയും ആയത് പഞ്ചായത്തിൽ എത്തിക്കുകയും ചെയ്യുക എന്നതാണ് 9-മത്തതായിട്ട് പറയുന്നത്. അടുത്തത് 10-മത്തതായിട്ട് പറയുന്നത് പ്രവൃത്തി നിർവഹണം ആരംഭിക്കും മുൻപ് ചുമതലയുള്ള ഓവർസിയർ അല്ലെങ്കിൽ എൻജിനീയറുമായി ഒന്നിച്ചിരുന്ന് എസ്റ്റിമേറ്റ് പ്രാദേശിക ഭാഷയിൽ പൊതുജനത്തിന് മനസ്സിലാകും വിധം തയ്യാറാക്കുക എന്നുള്ളതാണ്. അപ്പോൾ എസ്റ്റിമേറ്റ് തയ്യാറാക്കുക എന്നുള്ളതാണ് 10-മത്തായിട്ട് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് നിർത്താം. ഞാൻ 11-മത്തെ മുതൽ നമുക്ക് സമയം പിന്നെ എന്ത് ചെയ്യുക, വീഡിയോയുടെ ദൈർഘ്യം കൂടി പോകണ്ട, നമുക്കിവിടെ വെച്ച് നിർത്താം. ബാക്കി അടുത്ത വീഡിയോയിൽ പറയാം. ഇത്രയും കാര്യങ്ങളാണ്, 10 കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറയുന്നത്. അപ്പോൾ ഇത് മേറ്റുമാർ മാത്രമല്ല, ഈ കാര്യങ്ങളൊക്കെ മേറ്റുമാർ ചെയ്തു തരുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തേണ്ടത് ഓരോ തൊഴിലാളികളുമാണ്. അതുകൊണ്ട് തൊഴിലാളികൾ ഇതോരോന്നും കേട്ടിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. നമ്മളും കൂടെ മനസ്സിലാക്കി വെക്കുക ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇനി 11 മുതൽ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. പിന്നെ മൊത്തം 31 എണ്ണമാണ് ഇതിൽ പറയുന്നത്. ഓക്കെ. അപ്പോൾ ഞാൻ സ്ഥിരം പറയുന്നത് പോലെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അപ്ഡേഷൻ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പരമാവധി എല്ലാ ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളെ ബന്ധപ്പെട്ട തൊഴിലുറപ്പായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്കൊക്കെ സെൻഡ് ചെയ്യുക. ഓക്കെ. താങ്ക് യു. വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.